ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഫിസിക്സ് +2 പ്രാക്ടിക്കൽ എക്സാമിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും നേടാം എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഡേറ്റ് നീട്ടി കിട്ടിയിട്ടുണ്ട്. ഈ 17 മുതൽ, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് നേടാം എന്നാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൻ വർഷങ്ങളിൽ എന്തായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ എത്രത്തോളം ഈ കാര്യത്തിൽ ലക്കിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പരീക്ഷ നടക്കുമോ നടക്കത്തില്ലയോ എന്നതല്ല ഇവിടുത്തെ മാറ്റർ. നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു വളരെ വലിയ ഒരു ബൂണാണ് കിട്ടിയിരിക്കുന്നത്. കാരണം 30 പരീക്ഷണം എഴുതിയവരുണ്ട്, 20 പരീക്ഷണം എഴുതിയവരുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ 6 എക്സ്പെരിമെന്റ് മാത്രമാണ് നിങ്ങളുടെ റെക്കോർഡിൽ എഴുതുന്നത്. +1ലുള്ള 3 എണ്ണവും +2ലുള്ള 3 എണ്ണവും. ഇതിലെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇതുവരെ ലാബോ സ്കൂളോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതാണോ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡിൽ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ കൺസേൺഡ് അധ്യാപകരോട് ചോദിച്ചിട്ട് വേണം ഇത് ഏത് 6 എക്സ്പെരിമെന്റിൽ ഒന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. കാരണം അത് ഏതെല്ലാമാണ് 6 എണ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സ്കൂളിലും ഓരോന്നാണ്. ഈ 6 എണ്ണത്തിന് വ്യത്യാസം വരാം. വെർനിയർ കാലിപ്പേഴ്സ് ഉണ്ടാകാം, സ്ക്രൂ ഗേജ് ഉണ്ടാകാം, ഓംസ് ലോ ഉണ്ടാകാം. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിരിക്കുന്നത്. ഇനി ഇത്തവണത്തെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരേ ഒരു എക്സ്പെരിമെന്റ് മാത്രം ചെയ്താൽ മതി. പക്ഷേ മുൻ വർഷങ്ങളിൽ 2 എക്സ്പെരിമെന്റ് ചെയ്ത കുട്ടികൾക്ക് കിട്ടിയിരുന്ന 40 മാർക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന നിങ്ങൾക്കും കിട്ടുന്നത്. കാരണം റെക്കോർഡിന് അന്നും ഇന്നും 4 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, റെക്കോർഡ് മസ്റ്റാണ്, അത് കമ്പൽസറി ആണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒട്ടും തന്നെ റെക്കോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. നിങ്ങളൊരു നോട്ട്ബുക്കിലെങ്കിലും ഈ 6 എക്സ്പെരിമെന്റും ഫുള്ള് റിസൾട്ട് സഹിതം എഴുതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് അത് പറയണം, നിങ്ങളുടെ കയ്യിൽ ഇതില്ല, ഇതാണ് ഉള്ളത് എന്ന്. ഇതൊക്കെ ഓരോ അധ്യാപകരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ചില കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകർ അത് അനുവദിക്കും. കാരണം അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റിന് നിങ്ങൾക്ക് 40 കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു എക്സ്പെരിമെന്റിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 18 മാർക്കാണ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും. ഈ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് അന്ന് ചെയ്ത ഒരു കുട്ടി 2 പരീക്ഷണത്തിനും 18 മാർക്ക് വെച്ച് തന്നെ കിട്ടിയാൽ 18 + 18 36 റെക്കോർഡ് കയ്യിലുണ്ടെങ്കിൽ 4 മാർക്ക് കൂടെ ചേർന്ന് അവന് 40-ൽ 40 കിട്ടുകയാണ്. ഇന്ന് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടിയത് ഉദാഹരണത്തിന് സ്ക്രൂ ഗേജ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതിൽ 18 മാർക്കും കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടുന്നോ അതേ ഗുണം 2 എന്നാണ് അവിടെ വരുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്ക് റെക്കോർഡും ഉണ്ടെങ്കിൽ 18 ഗുണം 2 + 4 40 മാർക്ക് ആവുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ട്രിക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അശ്രദ്ധ മൂലമോ അന്നേരത്തെ ടെൻഷൻ കൊണ്ടോ ഓവറായിട്ടുള്ള ആങ്സൈറ്റി കൊണ്ടോ നിങ്ങൾക്ക് ഇതിന് 15 മാർക്കാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 18-ൽ നിന്ന് 15 എന്നുള്ള അർത്ഥത്തിൽ 3 മാർക്കല്ല. നിങ്ങൾക്ക് ആ 15 ഗുണം 2 പ്ലസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ 4 കൂടെ ചേർത്ത് നിങ്ങൾക്ക് എത്ര മാത്രമേ കിട്ടുള്ളൂ? 34 കിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര 18-ൽ നിന്ന് കുറയുന്നോ അതിനെൻ്റെ ഇരട്ടിയായിരിക്കും നിങ്ങളുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് കുറയുക. സോ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്, ഒരേ ഒരു എക്സ്പെരിമെൻ്റേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 40-ൽ 40 കിട്ടാൻ വളരെയധികം എന്താ പറയുക, അത്രയ്ക്ക് ഒരു സമയമാണിത്. അത് കഴിവതും നിങ്ങൾ വിനിയോഗിക്കുക. ആ ഒരേ ഒരു എക്സ്പെരിമെൻ്റ് മാത്രം 6 എണ്ണത്തിൽ നിന്ന് ഫോക്കസ് ചെയ്യുക. അതാണ് ഒരു മെയിൻ കാര്യം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് പോകുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതിനുള്ളിൽ നിങ്ങൾ ഹാൾ ടിക്കറ്റ് നിർബന്ധമായും വെച്ചിരിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഹാൾ ടിക്കറ്റ്. അപ്പോൾ ഈ പറയുന്ന റെക്കോർഡിനുള്ളിലാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ അധ്യാപകർക്ക് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ റെക്കോർഡിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതുന്നുണ്ട്. നിങ്ങളോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ, ഈ പറയുന്ന നമ്മുടെ ടേബിളിൻ്റെ പുറത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കമത്തിയിട്ടിരിക്കും. അതിൽ നിന്നൊരെണ്ണമാണ് നമ്മൾ എടുക്കുന്നതെന്ന്. പക്ഷേ കഴിവതും കോണ്ടാക്ട്സ് ഒഴിവാക്കാൻ
ഒരു പക്ഷേ ഓരോ സ്കൂളിൻ്റെയും രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ എടുക്കേണ്ടതായ ആ ഒരേ ഒരു ചോദ്യം മാത്രം ഒന്നുകിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ സ്റ്റാപ്ലർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ ഷീറ്റിൽ ഒരാൾ എഴുതി വെച്ചിരിക്കാം. കഴിവതും കോണ്ടാക്റ്റ് ഒഴിവാക്കുന്ന രീതിയിൽ അതാത് സ്കൂളിൻ്റെ സാഹചര്യവും കാര്യങ്ങളും അനുസരിച്ച് അതിന് വ്യത്യാസം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ തിരിച്ചിട്ടിട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കയറി എടുക്കുന്ന ആ ഒരു സീന് ഒഴിവാക്കും. എങ്ങനെയായിരുന്നാലും നിങ്ങൾ എഴുതുന്ന പേപ്പറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഷുവറായും എഴുതണം. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈസിയായി ഈ ഫുൾ മാർക്ക് കിട്ടാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഴുതുന്ന ആ മെയിൻ ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എഴുതുന്ന ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ, അത് ഏതും ആയിക്കോട്ടെ, ഡിറ്റർമിൻ എന്ന് ചോദിച്ചാലും ഫൈൻഡ് ഔട്ട് എന്ന് ചോദിച്ചാലും എന്ത് കാര്യം ഡ്രോ എന്ന് ചോദിച്ചാലും ഒരക്ഷരമോ ഒരു വാക്കോ ഒരു വേർഡോ ഒന്നും തെറ്റിക്കാതെ സെയിം ആസ് ഇറ്റ് ഈസ് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതുന്നതാണ് നിങ്ങളുടെ എയിം. ആ സമയത്ത് തന്നെ എയിമിനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഫുള്ളി കിട്ടിക്കഴിഞ്ഞു. അതിൽ നിങ്ങളായിട്ട് ഡെക്കറേഷൻസ് ഒന്നും വരുത്തരുത്. ആ ക്വസ്റ്റ്യൻ സെയിം എഴുതുന്നതാണ് എയിം. അത് എടുത്തെഴുതാതെ അത് ചോദ്യപേപ്പറിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മനോഭാവം അവിടെ നിങ്ങൾ കാണിക്കരുത്. ആ 2 വരിക്ക് എഴുതാൻ അങ്ങേയറ്റം പോയാൽ 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് നിങ്ങൾ ദയവായിട്ട് അവിടെ കൊടുക്കുക. രണ്ടാമത്, നിങ്ങളിപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും വെർനിയർ കാലിപ്പേഴ്സ് ഉണ്ടായ തിയറി മുതൽ എഴുതാൻ നിൽക്കരുത്. എന്താണ് എന്ന് മാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഏത് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും ലീസ്റ്റ് കൗണ്ട് ഉണ്ടെങ്കിൽ LC എന്നിട്ടിട്ട് ലീസ്റ്റ് കൗണ്ട് എന്ന് ബ്രാക്കറ്റിൽ എഴുതുക. അതായത് നിങ്ങൾ എന്ത് ഷോർട്ട് ഫോം ഉപയോഗിച്ചാലും അതെന്താണ്, ഏത് അക്ഷരം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എഴുതുന്ന ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിനും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ കൂടിയാണ് ആ എക്സ്റ്റേണൽ അധ്യാപകർക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദിവസം മാത്രമാണ് നിങ്ങളും അധ്യാപകരും തമ്മിൽ കാണുന്നത്. ആ സമയത്ത് അവരിടുന്ന മാർക്ക് പിന്നീട് അവർ കൂട്ടാനോ കുറയ്ക്കാനോ പോകുന്നില്ല. നിങ്ങളെ അന്ന് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ പരമാവധി നിങ്ങളെ സമയം ലാഭം അത് ലാഭം എന്നൊന്നും അല്ല അവിടെ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ തിയറിയിൽ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻറ്റിൻ്റെ തിയറി വളരെ ചുരുക്കിയാണ് എഴുതേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, മുൻ വർഷങ്ങളിൽ 5ഉം 6ഉം തവണ നമ്മൾ റീഡിങ് എടുക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്തവണ അത് 3 റീഡിംഗ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ പരമാവധി ആ ലാബിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിനാണ് അത് ചെയ്തത്. ഈ 3 റീഡിങ് എടുക്കാൻ ഒരു കുട്ടിക്ക് എത്രമാത്രം സമയം വേണം? നിങ്ങൾ 6 റീഡിങ് എടുക്കുന്നതിൻ്റെ നേരെ പകുതി മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവം എടുക്കുക. അതാണ് അതിൻ്റെ ആ ഒരു ഒബ്സർവേഷനകത്ത് നിങ്ങൾ കോളം വരച്ച് എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ടീച്ചറിന് ഈ പറയുന്ന പ്രിൻസിപ്പിൾസോ കാര്യങ്ങളോ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കോളം വരയ്ക്കാൻ വിട്ടുപോകരുത്. ഒബ്സർവേഷൻ എന്ന ഹെഡിങ്ങിനടിയിൽ നിങ്ങൾ എന്താണോ എഴുതുന്നത്, ഇപ്പം ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ വിത്ത് യൂണിറ്റ് അടക്കം ഡാഷ് ഇട്ട് തന്നെ അവിടെ എഴുതിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ആ സമയത്ത് നിങ്ങൾ പരീക്ഷണം ചെയ്ത് തീർന്നിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയില്ല. പക്ഷേ നിങ്ങൾ അപ്പോൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാം അടുത്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പിന്നീട് എളുപ്പമായിരിക്കും. അല്ലാതെ അന്നേരമുള്ള ആ പരീക്ഷണം ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ നിങ്ങളെ അതിൽ ബാധിക്കത്തില്ല. അപ്പം നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ ഒബ്സർവേഷൻ കോളം അല്ലെങ്കിൽ ഒബ്സർവേഷൻ കോളത്തിന് താഴെ നിങ്ങൾ എഴുതുന്ന ഫുൾ കാൽക്കുലേഷൻ എന്തെല്ലാം കണ്ടുപിടിക്കുമോ, ഈക്വൽ ഡാഷ് അതിലെവിടെയാണോ നിങ്ങൾ യൂണിറ്റ് ഇടേണ്ടത്. ഇപ്പം വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾ ചെയ്യണം ലാസ്റ്റിൽ മീറ്റർ ക്യൂബ് എന്നിട്ടിരിക്കണം. അത് ക്യാപിറ്റൽ M ആണോ സ്മോൾ m ആണോ ഇതെല്ലാം വ്യക്തമായിട്ടും വിശദമായിട്ടും നിങ്ങൾ യൂണിറ്റിൽ ശ്രദ്ധിച്ചാലും നിങ്ങൾ ഈ 6 എക്സ്പെരിമെൻറ്റിന് മാത്രം കോളം പഠിച്ചാൽ മതി. ഈ 6 എണ്ണം മാത്രം നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒബ്സർവേഷൻ അന്നേരം നിങ്ങൾ പൂരിപ്പിക്കാതെ ജസ്റ്റ് ഹെഡിങ് എഴുതി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കൊടുക്കുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ പകുതി കൂടുതലധികം മാർക്ക് സ്കോർ ചെയ്ത് കഴിയും. പിന്നെ നിങ്ങളുടെ ആകെ ജോലി 3 റീഡിങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളും രീതിയും അനുസരിച്ച് ഗ്രാഫ് ഉള്ള എക്സ്പെരിമെൻ്റ് ഒഴിവാക്കാനാണ് തീരുമാനം. എന്നിരുന്നാലും
ചില സ്കൂളുകളിൽ അധ്യാപകരുടെ ഡിസിഷനാണ്. ഇപ്പം ഗ്രാഫ് ഉള്ളത് കൊടുത്താൽ കൂടുതൽ കോണ്ടാക്റ്റ് വരും. കാരണം ടീച്ചർ ഇങ്ങോട്ട് ഗ്രാഫ് തരണം, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാഫ് കൊടുക്കണം. ആ കുട്ടി ഒരുപാട് തവണ ആ കൈ ഉപയോഗിച്ച് അതിൽ പെൻസില്, റബ്ബർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അത് മറ്റൊരാളുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തീരുമാനപ്രകാരം ഗ്രാഫ് ഉള്ളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്കങ്ങനെ ഒരു ഷുവർട്ടി 100% പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫ് ഇല്ലാത്തത് കൂടുതൽ നന്നായിട്ട് പഠിക്കുക. ഗ്രാഫ് ഉള്ള ഒരെണ്ണം തന്നാൽ നമുക്കൊരിക്കലും അധ്യാപകരെ എതിര് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഡിസിഷനാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഗ്രാഫ് ഇല്ലാത്തത് കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ്, വൈവ നടത്താൻ പാടില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തീരുമാനം. കാരണം ഒരു കസേരയും ഒരു ടേബിളും ഒക്കെ ഇട്ട് കൂടുതൽ അടുത്തിരുന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ്. എന്നിരുന്നാലും നിങ്ങൾക്കിപ്പോൾ കിട്ടിയ എക്സ്പെരിമെൻ്റ് ഓംസ് ലോ ആണെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, അതിൽ വി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ എക്സ്റ്റേണൽ അധ്യാപകർ ചോദിച്ചാൽ, വൈവ ഇപ്പം ഇല്ലല്ലോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതും വരുന്ന ഒരാളിൻ്റെ ഇഷ്ടമാണ്. തീരുമാനപ്രകാരം വൈവ ഒഫീഷ്യലി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതും ഗ്രാഫ് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും കൊടുക്കാൻ പാടില്ല എന്നുമാണ്. എന്നിരുന്നാലും അതെല്ലാം അവിടെ ഉള്ള ഇന്റേണൽ അധ്യാപകരുടെയും എക്സ്റ്റേണൽ അധ്യാപികമാരുടെയും കൂടുതലും അവരുടെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ ഒബ്സർവേഷനിൽ എല്ലാം എഴുതി കംപ്ലീറ്റ്ലി സെറ്റായി മീറ്റർ ക്യൂബ് എന്ന് വോളിയത്തിന് ഡാഷ് ഇൻറ്റു 10⁻⁴ ഇത്ര ഇൻറ്റു മീറ്റർ ക്യൂബ് എന്നിട്ട് കഴിഞ്ഞാലും റിസൾട്ടിൽ അതുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ മെയിൻ ഹെഡിങ്ങിനുമാണ് മാർക്ക് വരുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, നിങ്ങൾ എയിം എഴുത്തെഴുതി നിങ്ങളുടെ ചോദ്യം എഴുതുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ മാർക്ക് വീണു. തിയറിയിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് ഇക്വേഷൻ ആണോ, അതിൽ ഓരോ അക്ഷരവും എന്താണോ അത് എഴുതുന്നതോടുകൂടി തിയറി കംപ്ലീറ്റഡ് ആയി. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഗ്രാഫുള്ള എക്സ്പെരിമെൻ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അല്ലാതെ ആരും ക്വസ്റ്റ്യൻ പേപ്പറിന് കിട്ടിയപ്പോൾ വെർണിയർ ആണെന്ന് കരുതി വെർണിയറിൻ്റെ സ്കെയിൽ വരച്ച് ദയവായിട്ടിരിക്കരുത്. ഇനി ഒബ്സർവേഷൻ്റെ കോളത്തിന് ശേഷം നിങ്ങൾ ആ കോളത്തിൻ്റെ മുകളിലും എഴുതാറുണ്ട്. മില്ലിമീറ്ററിലാണോ സെൻറ്റിമീറ്ററിലാണോ, യൂണിറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ഉത്തരം സപ്പോസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളരെ ചെറിയ തോതിൽ മാറിപ്പോയാലും ബാക്കി എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആരും അതിൻ്റെ പേരിൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് നിൽക്കില്ല. സത്യത്തിൽ ഇങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് എവിടെ മാർക്ക് കളയണം എന്നായിരിക്കും അവർ തന്നെ ചിന്തിക്കുക. കാരണം എങ്ങനെ നിങ്ങൾക്ക് കളയാനായിട്ടില്ല. ഈ 6 എണ്ണം അതും വിത്തൗട്ട് ഗ്രാഫ് ഉള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ടും തറവുമായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 40-ൽ 40 ഷുവറാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാൾ ടിക്കറ്റ് അതേപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എഴുതുന്ന കാര്യവും മോർ ഓവർ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഓരോ കുട്ടിയും നിങ്ങൾ പ്രത്യേകമായിട്ട് കൊണ്ടുപോകണം. അതിനിപ്പോൾ ബാറ്ററി ഉണ്ടോ, 2 വർഷം മുന്നേ അതെടുത്ത് മടക്കി വെച്ചതായിരിക്കും. അപ്പോൾ ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ സ്വന്തമായിട്ട് അടിച്ച് ചെയ്ത് നോക്കുക. അതിന് ബാറ്ററി ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അക്ഷരം തെളിയുന്നുണ്ടോ, നിങ്ങൾക്കതിന് സ്പീഡുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ഷുവറായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്